ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. റൂഹിനെ പിടിക്കണ മലക്ക. ശരിക്കും അലൈഹിസ്സലാം പറഞ്ഞോളി, ആരാണ്? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. അല്ലാഹു നമ്മളെ മരണവേദന ലഘൂകരിക്കട്ടെ. മഹാനാകുന്ന അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവരൊക്കെ ഓരോ ഓഫർ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കൈ പിടിച്ച് സിറാത്ത് ഞാൻ കടത്തി കൊടുക്കുമെന്ന്. ഏതാണ് സിറാത്ത്? എത്രയോ ലക്ഷക്കണക്കിന് കോടാനുകോടി വർഷങ്ങൾ സഞ്ചരിക്കണം സിറാത്ത്. ആ സിറാത്ത് മിന്നെറിയുന്ന വേഗത്തിൽ കടക്കുന്നവരുണ്ട്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. മാത്രമല്ല മീകായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗദിൽ നിന്ന് ഞാൻ അവനെ കോരി കുടിപ്പിക്കുന്നതാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം പറഞ്ഞു, 10 സ്വലാത്ത് ചൊല്ലിയവന്റെ പാപം അല്ലാഹ് പുറത്തു എന്ന് പറഞ്ഞാലല്ലാതെ ആ സുജൂദിൽ നിന്ന് ഞാൻ എൻ്റെ തല ഉയർത്തൂല്ല. ഇത് കേട്ട മഹാനാകുന്ന അസ്റായീൽ അലൈഹിസ്സലാം പറയാണ്, അനാ ഖബിൽ റൂഹഹു കമാ ഖബിൽതു അർവാഹൽ അംബിയാ. അമ്പിയാക്കളുടെ റൂഹിനെ എങ്ങനെയാണോ പിടിക്കുന്നത് അതേപോലെയാണ് 10 സ്വലാത്ത് ചൊല്ലിയവന്റെ റൂഹിനെ ഞാൻ പിടിക്കുക. അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് വെണ്ണയിൽ നൂലിട്ട് വലിക്കുന്ന ലാഘവത്തോടെ. എന്നിട്ട് പോലും അള്ളാന്റെ ഹബീബ് വളരെ ദയനീയമായി നിസ്സഹായതയോട് കൂടിയിട്ട് മഹാനാകുന്ന അസ്റായീൽ അലൈഹിസ്സലാമിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഖഫിഫ് യാ അസ്റായീൽ, അസ്റായീലെ ഒന്ന് മെല്ലെ പിടിക്ക്. മഹാനാകുന്ന ഉസാമ തങ്ങളോട് പറഞ്ഞു, ഉസാമ, എൻ്റെ മരണത്തിൻ്റെ വേദനയൊന്ന് ലഘൂകരിച്ച് തരാൻ അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യണേ. ആര്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പം ഇനി നമ്മളെ അവസ്ഥ എന്താ? അല്ല, നിങ്ങൾ പറഞ്ഞേരി. അപ്പം ഇനി നമ്മളെ അവസ്ഥ എന്താ? അള്ളാഹു നമുക്കൊക്കെ നല്ല ബോധം തരട്ടെ. അപ്പോൾ 10 സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ സിറാത്ത് അള്ളാഹിൻ്റെ ഹബീബിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാം, ഞാൻ കൈപിടിച്ച് കടത്തി കൊടുക്കും. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പവർ മനസ്സിലാക്കാനല്ലത് പറയണത്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ പവിത്രത ഉണ്ട്, എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഹബീബായ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണം. ദിവസവും ഒരു 10 സ്വലാത്തിലാണ്. എത്ര ആൾക്കാരുണ്ടാവും? പൂർത്തിയിൽ ഉണ്ടാവുകയല്ലേ? കുറച്ചൊക്കെ ആൾക്കാരുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചൊല്ലി പറയും, പക്ഷെ അങ്ങനെ ഒരു 10 സ്വലാത്തൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇശായിന് ജമാഅത്തിന് വരുമ്പോൾ ഒരു 10 സ്വലാത്ത് കിട്ടും. അപ്പോൾ ഉറങ്ങിയിട്ടാണെങ്കിലും ആടിയിട്ടാണെങ്കിലും ഒരു 10 സ്വലാത്ത് കൂടെ ചെല്ലും. സ്വലാത്തിന് പിന്നെ കൂലി കിട്ടും, എങ്ങനെ ചെല്ലിയാലോ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിച്ച് നാളെ ഞാൻ എല്ലാവരും ഇരുന്ന് ഉറങ്ങണ്ട. സ്വലാത്ത് എങ്ങനെ ചെല്ലിയാലും എന്തുണ്ട്, അപ്പം ഇനി കളിയാക്കി ചെല്ലിയാലോ കൂലി കിട്ടും. അതല്ല സ്വലാത്ത്. സ്വലാത്തിൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് സ്വലാത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യൂല, പരാജയപ്പെടൂല, രക്ഷപ്പെടും. അല്ലാഹു നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. 10 സ്വലാത്തിന് ഇത്ര വലിയ പവിത്രത ഉണ്ട്. അങ്ങനെ ഒരുപാട് പറയാണ്ട് സ്വലാത്തിനെ പറ്റി പറയുകയാണെങ്കിൽ. സ്വലാത്ത് ചൊല്ലിയിട്ട് മാരകമായ രോഗങ്ങളൊക്കെ ശിഫയായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫയും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.